നമ്മളിന്ന് ഉണ്ടാക്കി പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള 4 മണി പലഹാരമാണ് മണിപ്പുട്ട്. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു 1.5 കപ്പ് അരിപ്പൊടിയും കുറച്ച് വെള്ളം ഉപ്പിട്ട് തിളപ്പിച്ചു. ആ അരിപ്പൊടിക്ക് കുറച്ച് ജീരകം മുറിച്ച് ചെറുതായി വിതറിയിട്ടു. അങ്ങനെ മാവ് കുഴയ്ക്കാൻ റെഡിയാവണം. സാധാരണ നൂൽപുട്ട് ഉണ്ടാക്കുന്ന പോലെ കുഴയ്ക്കുക. അപ്പോൾ ഞാൻ കുഴച്ച് തുടങ്ങുകയാണ്. അങ്ങനെ കുഴച്ച് ആ മാവിനെ പരുവാക്കി എടുക്കുക. സാധാരണ നൂൽപുട്ടിനൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവം. അങ്ങനെ ഞാൻ മാവ് കുഴച്ച് റെഡിയാക്കി വെച്ചു. ഇനി നമ്മൾ ഇത് ചെറിയ ബോളുകളാക്കിയിട്ട് നമ്മൾ ഈ ഇഡ്ഡലി ചെമ്പിൽ ആവി കയറ്റിയെടുക്കുക. അപ്പോൾ ഞാൻ ബോളാക്കി പലതും പല വലിപ്പമായി പോയി, ചെറുതും വലുതൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഇഷ്ടത്തിനുള്ള വലിപ്പം അനുസരിച്ച് ബോളുകളാക്കാം. ഞാൻ അതിലൊരു അരമുറിയല്ല, ഒരു 3/4 മുറി നാളികേരം ചരിക്കെടുത്തു. അതിന് പാല് നമുക്ക് വേണം. അപ്പോൾ പാല് മിക്സിയിൽ നന്നായിട്ട് അടിച്ച് ഇങ്ങനെ വലിയൊരു ചെരുവെടുത്ത് അതിലരിച്ച് പാലെടുക്കുക. കാരണം സ്റ്റൗവിൽ വെച്ചിട്ട് ഞാൻ തിളപ്പിക്കാൻ ഉപ്പല്ല വെച്ചിട്ട് ഈ പാത്രം എടുത്തു. അങ്ങനെ സ്റ്റൗവിൽ വെച്ചു ചൂടാക്കാൻ. ഒരു 2 സ്പൂണല്ല കേട്ടോ, 3-4 സ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മണിപ്പുട്ട് ഉണ്ടാക്കാനുള്ള ആ ബോൾസ് വെന്ത് കഴിഞ്ഞു. ആ ബോള് നമ്മൾ ഈ പാലിലിട്ട് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക. അപ്പോൾ നാളികേരപ്പാൽ നല്ല കുറുക്കി, ശരിക്കും മിൽക്ക് മെയ്ഡിൻ്റെ ഒക്കെ ഒരു ഫോമിലോ അത്രയോ അല്ലെങ്കിലും ഇപ്പോൾ ഏകദേശം ഒരു വെള്ളം പോലെ കണ്ടതിനൊക്കെ കൺസിസ്റ്റൻസി കുറച്ച് ലിക്വിഡായിട്ടാണ്. ഇത് നമ്മൾ കുറച്ച് നേരം തിളച്ച് കഴിയുമ്പോൾ ഈ ഒരു പരിവാകും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നാളികേരപ്പാൽ തിളച്ച് നല്ല നമുക്കറിയാം, പായസമൊക്കെ വയ്ക്കുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ ആ ഒരു പരിവായി. അങ്ങനെ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. അപ്പം ഞാനത് ഉറുമ്പ് വരാണ്ടിരിക്കുന്ന പാത്രത്തിൽ വെള്ളം ഒഴിച്ച് വെച്ചു എന്നുള്ളൂ. അങ്ങനെ മണിപ്പുട്ട് റെഡിയായി.